ഇന്നത്തെ ദിവസം ഇതാ നല്ല ധൃതി പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാനിതാ കുളി ഒക്കെ കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ ഇതാ വിളക്കൊളുത്തലും എല്ലാം കഴിഞ്ഞ ശേഷം ഒരു ചായ കുടിച്ച് കഴിഞ്ഞേരെയാണ് കേട്ടോ പിന്നെ എൻ്റെ ജോലികളിലേക്കൊക്കെ ഞാൻ പ്രവേശിച്ചത്. അങ്ങനെ ഇതാ ഗ്യാസ് തീർന്നത് കാരണം തന്നെ ഇതാ ഇൻഡക്ഷനുമായിട്ടാണ് കേട്ടോ ഇന്നത്തെ അഭ്യാസം. അങ്ങനെ ഇതാ പാലൊന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം ഇതാ ദോശ ചുട്ടെടുക്കണം കേട്ടോ. ലച്ചുവിന് കൊണ്ടുപോകാനാണ്. അവർ അമ്പലത്തിൽ പോവുകയാണ്. അമ്പലത്തിൽ പോയി വരുന്ന സമയം കൊണ്ട് തന്നെ ഞാനിതെല്ലാം റെഡിയാക്കി ലഞ്ച് ബോക്സ് എല്ലാം സെറ്റാക്കി വെക്കണം കേട്ടോ. ലച്ചുവിനുള്ളതും കുഞ്ഞിനുള്ളതും ഒക്കെ റെഡിയാക്കി വെക്കണം. അതുകൊണ്ട് ഇതാ ദോശയും ചട്നിയാണ് കേട്ടോ ഒന്ന് ലച്ചുവിന് കൊടുത്തു വിടുന്നത്. അല്ലേ ഞാൻ അവൾക്ക് ചോറ് തന്നെയാണ് കേട്ടോ കൊടുത്തു വിടാറുള്ളത്. ഇങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോവാറുള്ളൂ കേട്ടോ. അങ്ങനെ ദാ ദോശയൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ദാ കുഞ്ഞുവിനുള്ളതും ഇവിടെ റെഡിയാക്കി സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അവൾ അമ്പലത്തിൽ പോയി വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അപ്പം തന്നെ ഇറങ്ങും കേട്ടോ. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്ത് വെക്കണം. അങ്ങനെ ഇതാ ചട്നി ഇതാ റെഡിയാക്കി കേട്ടോ. അങ്ങനെ ബാഗും കിറ്റും എല്ലാം റെഡിയാക്കി വെച്ചു. അതിന് ശേഷം പിന്നെ ഇതാ കുഞ്ഞുവിനെ എണീപ്പിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണല്ലോ. അങ്ങനെ ഞാൻ അതിന് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ കണ്ടോ ഇതിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് കേട്ടോ. അത് അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും എങ്ങനെയോ ഒരു വിധത്തിൽ ഞാൻ എണീപ്പിച്ച് പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് അപ്പോൾ ഇതാ പറയുന്ന ഭക്ഷണം കഴിപ്പിക്കണം എന്ന് കേട്ടോ. അങ്ങനെ ഇതാ അതും കഴിപ്പിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഓട്ടോയ്ക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ